നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് ചോർന്നു. ഒരാഴ്ച മുൻപേ വിവരങ്ങൾ പുറത്ത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നതായി സംശയം. വിധിന്യായത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഊമക്കത്ത് വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ലഭിച്ചതായി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ സ്ഥിരീകരിച്ചു. സെൻസിറ്റീവായ കേസിൽ നീതിന്യായ നടപടികളുടെ രഹസ്യ സ്വഭാവം ലംഘിക്കപ്പെട്ടെന്ന സംശയം ഉയർന്നതോടെ അസോസിയേഷൻ കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറി. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ 8-നാണ് വിധി വന്നത്. അതിനു മുൻപ് ഈ കേസിന്റെ വിധി പ്രസ്താവത്തെ പറ്റി ഒരു പൗരൻ എഴുതിയ കത്തിൽ 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, 9-ാം പ്രതി സനൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ബാക്കിയുള്ള 6 പ്രതികൾക്കെതിരെ മാത്രമേ ശിക്ഷയുണ്ടാവുകയുള്ളൂ എന്നും അവകാശപ്പെട്ടിരുന്നു. അതേസമയം കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ നിരത്തി അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. കേസിൽ നിർണായകമാകുന്നതും ദിലീപിന്റെ നിരപരാധിത്വ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായ ഒട്ടേറെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിൽ വയ്ക്കുക. ഇവയുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യാനും കേസിൽ നീതി ഉറപ്പാക്കാനുമാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അതിനിടെ അപ്പീൽ വാദത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എത്തിയേക്കും. ഇതിനുള്ള നിയമ നീക്കങ്ങൾ അതിജീവിത തുടങ്ങിക്കഴിഞ്ഞു. ദിലീപും 1-ാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം, സംഭവ ദിവസം ദിലീപിന്റെ ഫോൺ ഉപയോഗത്തിലുണ്ടായ അസ്വാഭാവികതകൾ, നിർണായക മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രധാന വിഷയങ്ങളായി ഉയർത്തും എന്നാണ് സൂചന.